അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8.5 സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള വീട്. ആദ്യം തന്നെ വില പറഞ്ഞുതരാം. വെറും 8 ലക്ഷം രൂപ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ. അതും കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം. ബിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല വൃത്തിയുള്ള വീടാട്ടോ, നല്ല ഭംഗിയുള്ള ഒരു വീടാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ഇനി ഇതാണ് വീട്ടിലേക്കുള്ള വഴി. അതായത് ഒരു 10-12ഓളം സ്റ്റെപ്പുകൾ ഉണ്ടാകും വീട്ടിലേക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വലിയ വാഹനങ്ങൾ വരുന്ന വഴിയുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പാണ് വീട്ടിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയാനുള്ളത്. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു ബോക്സ് ലുക്കിലുള്ള സിറ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കയറി വരുന്ന ഒരു വലിയൊരു ഹാളിലേക്കാണ്. ഇനി വീടിൻ്റെ റൂഫിംഗ് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗം ആസ്പെറ്റോ ഷീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, ഈ ആസ്പെറ്റോ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള ഭയങ്കര ചൂടാവും എന്നുള്ളത്. ഞാനും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ തന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂളിംഗ് ഉണ്ട്, തണുപ്പുണ്ട്. അതായത് ഇതിൻ്റെ ചുറ്റും നിറയെ മരങ്ങളുണ്ട്. ഇത് അങ്ങനെയുള്ളൊരു ഏരിയ ആണത്. അപ്പം കൂളിംഗ് ഉണ്ട്, വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്കാർ നേരിട്ട് വന്ന് കണ്ടിട്ടാണല്ലോ ഈ പ്രോപ്പർട്ടി വാങ്ങുക. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇനി ഇതാണ് ഹാള് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് വലിയൊരു ഹാള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാളാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഫർണിച്ചർ കൂടുതലാണ്. ഈ ഭാഗത്ത് 2 സിംഗിൾ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് 3 സീറ്റർ സെറ്റ്, ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ഫർണിച്ചർ കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. ഈ ഭാഗത്ത് ചെറിയൊരു വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 3 ബെഡ്റൂം സിറ്റ് ഔട്ടിന് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഈ ഭാഗത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കിച്ചൺ, ഒരു ബെഡ്റൂം. ഇങ്ങനെ ടോട്ടലി 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ, ഇത്രയും ഫെസിലിറ്റിയാണുള്ളത്. ഇതാണ് ബെഡ്റൂം. റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസ് ഉണ്ട് കേട്ടോ. ഒരു 10-9, 8-9 ആ സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. ഇതാണ് ഒരു ബെഡ്റൂം. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. ഇനി നമ്മൾക്കിത് മുകൾ ഭാഗത്തെ ഷീറ്റ് തട്ടിയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഓടോ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ പറ്റും. നിലവിലിത് നല്ല താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. അപ്പോൾ ചില ആളുകൾക്ക് ആസ്പെറ്റോസ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓടുവാണെങ്കിൽ ഓടോ വെക്കാം, അതിനൊക്കെ പറ്റും. ഇതാണ് മറ്റൊരു ബെഡ്റൂം. ഈ ഭാഗത്ത് 2 ബെഡ്റൂം, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ 3 റൂമാണ് ഈ വീട്ടിലുള്ളത്. നല്ല സെറ്റപ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇവിടെ ചുമരിൽ റാക്ക് കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിഭാഗം നല്ല നീറ്റായിട്ട് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ 3 റൂം കൂടാണ്ട് ഇവിടെതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ എൽ ഷേപ്പിൽ കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ചുമരിലൊക്കെ ഇതോടെ റാക്ക്, സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഇതുണ്ടോ, മുകൾ ഭാഗത്തൊക്കെ റാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. അടിഭാഗം മാറ്റ്, ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. 2x2 സൈസിലുള്ള മാറ്റ് ടൈല്. ഈ വീടിൻ്റെ പിൻഭാഗത്തായിട്ട് അതിനോട് ചേർന്നിട്ട് ഇവിടെ സെപ്പറേറ്റ് ടോയ്ലറ്റ്, കുളിമുറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, പാത്രങ്ങൾ കഴുകാനുള്ളത്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ ഇതുണ്ടോ, ഇവിടെയൊക്കെ വീടുകളുണ്ട്. മുകൾ ഭാഗത്ത് വീടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ വീടുകളുണ്ട്. അതായത് നിറയെ മരങ്ങളുണ്ട് ചുറ്റുഭാഗം. ഈ ഭാഗത്ത് റബ്ബറാണ് വരുന്നത്. ഈ റബ്ബറിൻ്റെ ഉൾഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ വീടുകളുണ്ട്. അതിൽ വേറൊരു റോഡ് അതിൽ പോകുന്നുണ്ട്. അടിഭാഗത്ത് അവിടെ ഒരിത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇതിലേക്കുള്ള വഴി. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അടിഭാഗത്ത് കുറച്ച് ദൂരം ഇതുവരെ വണ്ടി വരും. കുറച്ച് ദൂരം ഇതുപോലുള്ള 3 അടി 4 അടി വഴിയാണ് വരുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം മാത്രമേ ഇതുവരെ ബൈക്കൊക്കെ നമ്മൾക്ക് കയറ്റാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പാണ് വരുന്നത്. ഇത് പൊതുവഴി കേട്ടോ. അടിഭാഗത്തുള്ള ഈ 3 അടി പൊതുവഴിയാണ്. അപ്പുറത്തെ വീട്ടുകാർക്കും എല്ലാവർക്കും കൂടെ ഉള്ള ഒരു വഴിയാണ്. ഇനി ഇതിൽ വെള്ളത്തിന് പൈപ്പ് ലൈൻ കണക്ഷനാണുള്ളത്. അതായത് ഒരു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുണ്ട്. അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. ഏത് സമയത്തും വെള്ളമുള്ളൊരു ഏരിയയാണ്. അതായത് ഇവിടെ മൊത്തത്തിൽ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുടിവെള്ളമാണ് ആശ്രയിക്കുന്നത്. പൈപ്പ് ലൈൻ ആശ്രയിക്കുന്നൊരു ഏരിയയാണ്. ഇവിടെ ഒരു വിറക് പുര പോലെ അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ 2 തെങ്ങുണ്ട്, ഒരു പ്ലാവ്, മാവ്, അങ്ങനെ കുറച്ച് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല നീറ്റായിട്ടുള്ള ചെറിയ വിലയിൽ വെറും 8 ലക്ഷം രൂപ മാത്രമാണ് ഇതിന് ചോദിക്കുന്ന വില. അതും കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിളാണ്.
അപ്പോൾ ഇത് സ്ഥലമുണ്ട് കേട്ടോ, 8.5 സെൻറ്റ് സ്ഥലമുണ്ട്. 2 സെൻറ്റോ 3 സെൻറ്റോ ഒന്നുമല്ല, 8.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനാണ് 8 ലക്ഷം റുപ്യ വയ്ക്കുന്നത്. ഇനി ജസ്റ്റ് ഇതാ റോഡ് എന്നുള്ള റിവ്യൂ ആണിത്. ഇതുവരെ നമുക്ക് വാഹനങ്ങൾ വരും. ഇതവിടെയൊക്കെ വീടുകളുണ്ട്. ഈ റോഡ് അങ്ങനെ അതിൽ പോകണം. അത് ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. നമുക്ക് ഇതാണ് ഇതിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് വ്യക്തത വരുത്തണം. ഇതിൽ വന്നിട്ട് ഈ സ്റ്റെപ്പിന് കയറി കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ഇതുണ്ടോ മരത്തിൻ്റെ ഇടയിൽ കാണുന്ന അത് തന്നെയാണ് വീട്. അപ്പോൾ ഇത്രയും ദൂരം മാത്രമേ നമുക്കൊരു ചെറിയൊരു റോഡ്, ഒരു ചെറിയ റിസ്ക് ഉണ്ട്. റിസ്ക് അല്ല, വണ്ടികളൊക്കെ വരും. ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ഇതിൽ മഡ് റോഡുണ്ട്. റോട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 3/4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. 8.5 സെൻറ്റ് സ്ഥലം. അതിൽ നിങ്ങൾ ഈ കണ്ട 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ഷീറ്റിട്ട നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഒരു വീട്. നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീടാണ്. അതിലേക്കുള്ള വഴി 3 അടി വഴി റെക്കാർഡിക്കലുള്ളൂ. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ വെള്ളമാണ് അതിലുള്ളത്. പൈപ്പ് ലൈൻ വെള്ളം എന്ന് പറയുമ്പോൾ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് കേട്ടോ. അതായത് ഒരു 30-35 വീട്ടുകാർക്ക് ഒരുമിച്ചൊരു പൊതു കിണർ, അതിൽ നിന്നൊരു ടാങ്ക് വെച്ചിട്ട് അതിൽ നിന്നാണ് സപ്ലൈ. കുടിവെള്ള പദ്ധതിയാണ്. അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. അതുകൂടാണ്ട് ജലനിധിയുടെ പൈപ്പ് ലൈന്, ജലനിധിയോ ജപ്പാൻ കുടിവെള്ള ഏതോ ഒരു പൈപ്പ് ലൈൻ കൂടെ വേറെ ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. പന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. ആനക്കയം, പാണ്ടിക്കാട്, പന്തല്ലൂർ റൂട്ടിൽ പന്തല്ലൂർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് കടമ്പോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി. കടമ്പോടി, ഈ കടമ്പോട് മെയിൻ അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പനങ്കാവ് കുന്ന് എന്ന് പറയുന്ന സ്ഥലം. പനങ്കാവ് കുന്ന്. അപ്പോൾ ഉദ്ദേശിക്കുന്ന വില 8 ലക്ഷം രൂപയാണ്. ചെറിയ വില ചോദിക്കുന്നുള്ളൂ. നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു വീടുണ്ട്. നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു സൂപ്പർ വീട്. അപ്പോൾ 8 ലക്ഷം റുപ്യ. താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടി പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.